അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദുൽഹജ്ജ് 1. ദുൽഹജ്ജ് 8ാമത്തെ ദിവസം. ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന ആളുകളൊക്കെ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പുറപ്പെടുകയാണ്. 9ാമത്തെ ദിവസം അറഫ എന്ന മൈതാനിയിൽ, ആ മലഞ്ചെരുവിൽ എല്ലാവരും ഒന്നിച്ചു കൂടുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യും. 10ാമത്തെ ദിവസം ഈദുൽ അദ്ഹ, ബലി അർപ്പിക്കേണ്ട ദിവസം. അത് കഴിഞ്ഞാൽ ഹജ്ജ് പൂർത്തിയായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ജനങ്ങൾ ചോദിച്ചു, പ്രവാചകരെ, ചന്ദ്രക്കലയെക്കുറിച്ച് താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അള്ളാഹു ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവാചകനോട് പറയുവാൻ സൂറ അൽ ബഖറയിലെ 189ാമത്തെ ആയത്തിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. യസ് അലൂനക അനിൽ അഹില്ലത്തി കുൽഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. പ്രവാചകരെ പറയുക, നിന്നോടവർ ചന്ദ്രക്കലകളെക്കുറിച്ച് ചോദിക്കുന്നു. മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുള്ള ഉപാധിയാകുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് ഹദീസാകുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുത്ത് വന്ന് ജനങ്ങൾ അത്ഭുതത്തോടുകൂടി ചന്ദ്രക്കലയെക്കുറിച്ച് ചോദിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹു വഹി പ്രകാരം അറിയിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രൻ, മൂൺ എന്ന് പറയുന്ന ആ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം നമ്മൾക്ക് സമയം കണക്കാക്കുവാനും പ്രത്യേകമായി ഹജ്ജിൻ്റെ സമയം നിർണയിക്കുന്നതിനും വേണ്ടിയാകുന്നു എന്നത് ഒരു അത്ഭുതമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ വ്രതം അനുഷ്ഠിക്കുന്നത് സൽക്കർമ്മമായി നമ്മൾക്ക് പറഞ്ഞു തന്നു. അതിൽ നിർബന്ധമായും എടുക്കേണ്ടത് ദുൽഹജ്ജ് 9-നാകുന്നു. ദുൽഹജ്ജ് 10-ന് വ്രതം, നോമ്പ് അനുഷ്ഠിക്കാനും പാടില്ല. അന്നത്തെ ദിവസം ബലി പെരുന്നാൾ ആഘോഷിക്കേണ്ട ദിവസമാകുന്നു. അള്ളാഹു മനുഷ്യർക്കായി സംവിധാനിച്ച അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കാണുമ്പോഴൊക്കെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ദൃഢമായി കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് വിശ്വാസികളായ ആളുകൾക്ക്. അങ്ങനെ അല്ലാത്ത ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ അഗറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻഖ വനക്ഷർഹു യൗമൽ ഖിയാമത്തി അഖമ. എൻ്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടായിരിക്കുക. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവന് നാം അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവെ ഓർക്കുകയും അള്ളാഹു നൽകേണ്ട ഇബാദത്തുകളൊക്കെ മുറപ്രകാരം നൽകുവാനുമുള്ള മനസ്സും ചിന്തയും നമ്മൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.